കഴിഞ്ഞ നാളുകളൊക്കെയും ആയിരുന്ന സ്ഥാനങ്ങൾ കർത്താവ് സൂക്ഷിച്ചല്ലോ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ചെറിയൊരു കൂട്ടമായിരുന്നാലും വളരെ ആത്മാർത്ഥമായുള്ളൊരു കൂട്ടം. അത് പറയുന്ന വസ്തുതയല്ല. ഇന്ന് നിങ്ങളോട് കൈമാറുവാനായിട്ട് ദൈവം എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടാണ് ഇരിക്കുന്നത്. എങ്കിലും ആരെങ്കിലും സംശയത്തിലോ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ഇരിക്കുന്നെങ്കിൽ അവർക്കുള്ള ഒരു ചോദ്യമാണ്, അവർക്കുള്ള ഒരു ഉത്തരവുമാണ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നിന്നും വളരെ ദൂരം കടന്നു വന്ന് ഒരു കൂട്ടായ്മയൊക്കെ അവിടെ നടത്തി വളരെ സന്തോഷമായി ഞങ്ങൾക്കും അത് അനുഗ്രഹമായി തീർന്നു. മാത്രമല്ല ആ ദേശത്തിനും അറിവ് കിട്ടി. ദൈവമക്കൾ ഇവിടെ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയും അനേകർ അതിനെ ഓർത്ത് ഞങ്ങളെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇവിടെയുള്ള കൂട്ടങ്ങളോട് നടക്കുമ്പോൾ വലിയ ദൈവസാന്നിധ്യം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ പ്രിയ ദേവദാസനോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വിശ്വാസം. ഒരു കുഞ്ഞിന് അമ്മ ചൊല്ലിക്കൊടുത്തത് എന്താണ്? യേശു അല്ലെങ്കിൽ യേശുപ്പച്ചൻ ഹൃദയത്തിലുണ്ട് അല്ലെങ്കിൽ മനസ്സിലുണ്ട്. ഒരു നിരീശ്വരവാദി രക്ഷിക്കപ്പെടുവാൻ സാധിച്ചു. അതായിരുന്നു അതിൻ്റെ കാരണം. ആ കുഞ്ഞിൻ്റെ വിശ്വാസം മുഖാന്തരം ഒരു നിരീശ്വരവാദി യേശുവിനെ അറിയുവാനിടയായി. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഒരു ചെറിയ വേദവാക്യം വായിക്കാം. ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിൻ്റെ അവസാന വാക്യം. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം സംഗതി എന്താണെന്ന്. ആരെ ഓർത്തിട്ടാണെന്നും അറിയാം. ഇന്ന് നമ്മുടെ മുമ്പിലും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണം ഗിദെയോൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഇത്രയൊക്കെ ചെയ്തിട്ടും യഹോവ എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നേരെയാക്കുന്നില്ല, എന്തുകൊണ്ട് പ്രയാസങ്ങളൊക്കെ വരുന്നു? എന്നിട്ട് ഗിദെയോൻ പോയി ഇരുന്ന എവിടെയാണ്? ഒരു കരിവേലകത്തിൻ്റെ കീഴിൽ. അവിടെ ധാരാളം മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും താൻ പോയി ഇരുന്ന് ഏറ്റവും ശക്തിയുള്ള, അല്ലെങ്കിൽ ഒരിക്കലും എത്ര കാറ്റ് വന്നാലും മറിഞ്ഞു വീഴാത്ത ഒരു ഓക്ക് ട്രീയുടെ കീഴിലാണ് പോയിരുന്നത്. അവിടെ വെച്ചാണ് ദൂതൻ പറഞ്ഞത്, പരാക്രമശാലിയെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എത്ര പേര് ഗിദെയോൻസ് ഉണ്ട്? ആരെങ്കിലും ഇവിടെ ഗിദെയോൻസ് ഉണ്ടോ? ഞാനൊരു ഗിദെയോനാണ്. ഗിദെയോനാണെന്ന് പറയാൻ കാരണം, ഗിദെയോൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, അതിലൊരു മെമ്പറാണെന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും ഗിദെയോൻ എന്ന് പറഞ്ഞാൽ പരാക്രമശാലി. ആരാ പറഞ്ഞിരിക്കുന്നത്? ദൂതനാണെന്ന് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവ് പറയുന്ന ഒരു ദൂതാണ്, നിങ്ങളൊരു പരാക്രമശാലിയാണ്. ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനായി, മിദ്യാനെ പിടിച്ചടക്കിയിരിക്കുന്ന ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനായി ദൈവം ഉപയോഗിച്ച ഒരു പരാക്രമശാലി. പിന്നെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് വായിക്കാം. ഞാനത് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. ഏകദേശം ഒരു 75 വർഷത്തിന് മുമ്പ്, നമ്മുടെ ഇന്നത്തെ സൗകര്യമൊന്നും ഇല്ലാത്തൊരു സമയത്ത്, തിരുവല്ലായിലൊരു പട്ടണത്തിൽ ഒരു 30 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തി. അന്നത്തെ കാലത്ത് ബസ്സില്ല, സൗകര്യങ്ങളില്ല. എങ്കിലും 1,00,000 ആൾക്കാർ ഒരു കൂട്ടത്തിൽ കടന്നുവെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഞാൻ ഏകദേശം 68 വർഷം കൊണ്ട് ഞാൻ പെന്തക്കോസിലാണ് ജനിച്ചു വളർന്നത്. ആ സമയങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ അവിടെ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ വയലിലൊക്കെയാണ് ഇരിക്കുന്നത്. ചെറിയ ഓല കൊണ്ടൊക്കെ മേഞ്ഞിട്ട് ഇരിക്കാൻ സ്ഥലമില്ല, വട്ടയിലി അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇരിക്കുന്ന ഒരു സമയങ്ങളായിരുന്നു അന്ന്. എന്നാൽ അന്ന് തിരുവല്ലയിൽ നടന്ന കൺവെൻഷനിൽ 1,00,000 ആൾക്കാർ അവസാനത്തെ ഒരാഴ്ച മുഴുവനും ജനങ്ങൾ കൂടി വന്നു. എന്തുകൊണ്ട് ജനങ്ങൾ കൂടി വന്നു? പ്രാർത്ഥിച്ചവർക്കൊക്കെയും വിടുതൽ കിട്ടി. ജനങ്ങൾ വന്ന് സ്നാനമേറ്റു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരെയും നിങ്ങൾക്കറിയാമോ? ദൈവങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചതെന്ന്? ഈ സഭ ഉടലെടുത്ത ഒരു പാസ്റ്ററായിരുന്നു. ആ പാസ്റ്റർക്ക് ഒരു ദർശനം കൊടുത്തപ്പോൾ അമേരിക്കയിൽ നിന്ന്, അന്നത്തെ കാലത്ത് അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല സുഖസൗകര്യമാണല്ലോ, വീണ്ടും നാട്ടിലോട്ട് പോയി കഷ്ടപ്പെടണമെന്ന്. എന്നാൽ അദ്ദേഹം അമേരിക്കയിൽ നിൽക്കാതെ തിരിച്ച് നാട്ടിൽ പോയി തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് ഷാരോൺ ഫെലോഷിപ്പ്. ദൈവത്തിൻ്റെ നാം പരിശുദ്ധപ്പെടുവാനാകട്ടെ. ഒരു വ്യക്തി മുഖാന്തരം ഇന്ന് ഏകദേശം 600-ൽ ശേഷം സഭകളുണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി നമ്മളും ആയിക്കൂടായോ? ഗിദെയോനെ പോലെ നമ്മൾക്കും ഒരു പരാക്രമശാലി ആയിക്കൂടായോ? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾക്കും പ്രവർത്തിച്ചുകൂടായോ?
ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ദൂത്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. എനിക്ക് ഇവിടെ കടന്നു വന്ന് നിങ്ങളെല്ലാം കാണുവാനും സന്തോഷിക്കുവാനും പ്രത്യാശ പങ്കിടുവാനും ഒക്കെയും സഹായിച്ചു. ഒരു വിവരം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. പ്രിയ ദേവദാസൻ പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ വിശ്വാസം കൊണ്ട് ഒരു നിരീക്ഷവാദി രക്ഷിക്കപ്പെട്ടുവെന്ന്. ഞാൻ സൗദി അറേബ്യയിൽ ഏതാണ്ട് 40 വർഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽമിലാരി. പുള്ളിക്ക് ഹാർട്ടിന് പ്രോബ്ലം വന്നപ്പോൾ, വലിയ ഷെയ്ഖ് ഫാമിലി ആണ്, അവർക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം. അമേരിക്കയിൽ പോയി, ജർമ്മനിയിൽ പോയി, ഇന്ത്യയിൽ പോയി, പല സ്ഥലങ്ങളിലും പോയി ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം. എല്ലാം പുള്ളിക്ക് സംശയം, വീണ്ടും സംശയം, എന്താണ് കാര്യം. എന്നാൽ എന്നെ പുള്ളിക്ക് വലിയ കാര്യമാണ്. ഞാൻ ചർച്ചയിൽ പോകുന്നതുകൊണ്ട് എന്നെ വലിയ കാര്യമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സാധു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പുള്ളിക്ക് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി. അവിടെ റിയാദ് ബാങ്കിൽ പോയി പൈസ കിട്ടി. ഞാനും പുള്ളിയോടാണ് പോയി പൈസ കിട്ടിയത്. പൈസ കിട്ടി പുറത്തോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്റ്റർ അസീസ്, എനിക്ക് ഈ ഓപ്പറേഷൻ നടക്കത്തില്ല. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നു. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യ അന്ന് നാട്ടിലായിരുന്നു, വിളിച്ചു പറഞ്ഞു, ലീലാമേ ഇതുപോലെ അസീസൻ ഓപ്പറേഷനാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യണം. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ നടന്ന സംഭവം എന്താണെന്ന്? ഓപ്പറേഷന് വേണ്ടി ഈ ഷെയ്ഖ് ഫാമിലി ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണനയൊക്കെയാണ്. അനസ്തേഷ്യ കൊടുത്തു. അവരുടെ കുടുംബ അംഗങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. സാധു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ്, അമേരിക്കൻ ഹോസ്പിറ്റലാണ്. എന്നാൽ അനസ്തേഷ്യ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പൾസെല്ലാം ഡൗണായി, ഷുഗറെല്ലാം ഡൗണായി, പുള്ളിക്ക് അനക്കമില്ലാതായി. പെട്ടെന്ന് ഞങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു, അസീസ് ഡേഞ്ചറസ്. ഞാനന്നേരം ആ മാഡത്തിൻ്റെ ഒന്നും വിഷമിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. പെട്ടെന്ന് പുള്ളിയെ ICUലോട്ട് മാറ്റി. അധികം താമസിക്കാതെ പുള്ളിക്ക് ഓപ്പറേഷൻ കഴിയാതെ ഭവനത്തിൽ പോകേണ്ടി വന്നു. ദൈവത്തിന് നന്ദിയോട്. ഇത് ഞാൻ പറയുന്ന കഥയല്ല, ഇത് റെക്കോർഡിങ്ങളാണ്. ഞാൻ എൻ്റെ നാട്ടിലും പോയി സാക്ഷി പറഞ്ഞ ഒരു കാര്യമാണിത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യത്തിനും വിടുതലുണ്ടാവും. രോഗമാണോ, പ്രയാസമാണോ, ഏത് പ്രശ്നങ്ങളായിരുന്നാലും ദൈവം നമ്മൾക്കൊരു അധികാരം തന്നിട്ട് ആ അധികാരത്തോടുകൂടിയാണ് കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ